അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മളിപ്പോൾ റമളാൻ മാസത്തിലാണല്ലോ. റമളാൻ മാസത്തിലെ എല്ലാ രാത്രിയും നിർബന്ധമായിട്ടും ചെയ്യേണ്ട 3 ദുആകളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ 3 ദുആകളും റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ദുആകളും കൂടിയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. റമളാനിൻ്റെ പൊരുത്തം കുരുത്തും കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആദ്യത്തെ ദിക്റ് ഏതാണെന്ന് വെച്ചാൽ, അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ, അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ, അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദറിൽ ലഭിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തരണേ എന്നാണ് ഈ ഒരു ദുആഇൻ്റെ അർത്ഥം. ഈ ഒരു ദുആ ലൈലത്തുൽ ഖദറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ മാത്രമല്ല ചെല്ലേണ്ടത്, എല്ലാ രാത്രികളിലും, റമളാനിലെ എല്ലാ രാത്രികളിലും ഉറങ്ങുന്നതിന് മുന്നായിട്ട് അല്പം ഈ ഒരു ദുആ പതിവാക്കുക. മറ്റൊരു ദുആ ഏതാണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ മുഅ്മിനീങ്ങളുടെ ദുആയിലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നരകത്തിൽ ഒരു തുള്ളി സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ദുആ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. റബ്ബന അഅ്തിഖ് റിഖാബന മിനന്നാർ, റബ്ബന അഅ്തിഖ് റിഖാബന മിനന്നാർ. ഈ ഒരു ദുആ ആണ് നമ്മൾ എല്ലാ രാത്രികളിലും, റമളാനിലെ എല്ലാ രാത്രികളിലും പതിവാക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കഴുത്തിനെ നരകത്തിൽ നിന്നും, നരകത്തിൻ്റെ അഗ്നിയിൽ നിന്നും കാത്തു രക്ഷിക്കണമേ എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ്, നമ്മുടെ എല്ലാ ദുആകളും, നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുആ ആണിത്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ ഒരു ദുആയാണ് പിന്നെ നമ്മൾ പതിവാക്കേണ്ടത്. ഈ 3 ദുആകളും റമളാനിലെ എല്ലാ രാത്രിയും പതിവാക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിൽ കരുതി വേണം പതിവാക്കേണ്ടത്. ഇത് ലൈലത്തുൽ ഖദറിൽ മാത്രം ചെല്ലേണ്ട ദിക്റുകളൊന്നുമല്ല. ലൈലത്തുൽ ഖദറിൽ മാത്രമല്ല നമ്മൾ ദുആ ചെയ്യേണ്ടതും, റമളാനിലെ എല്ലാ രാത്രികളും പുണ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ദിക്റുകൾ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയാം. അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ. മറ്റൊന്ന്, റബ്ബന അഅ്തിഖ് റിഖാബന മിനന്നാർ. മൂന്നാമത്തേത്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റുകളൊക്കെ ചൊല്ലുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. റമളാൻ മാസത്തിലെ എല്ലാ നോമ്പുകൾ അനുഷ്ഠിക്കുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും റബ്ബ് സുബ്ഹാനഹു തആല ആഫിയത്തും ആരോഗ്യവും തൗഫീക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു നൽകി അനുഗ്രഹമുള്ള നല്ല റാഹത്തുള്ള ജീവിതങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.